ഈ വീടിന് ഏകദേശം 65 ലക്ഷമാണ് ചിലവായിട്ടുള്ളത്. നമ്മുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നഗരൂർ വിശ്വനാഥൻ റോഡിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഫുള്ളായിട്ട് 2600 സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ ഈ വീട് നിർമ്മിച്ചേക്കുന്നത്. ഇതിൻ്റെ ക്ലയൻറ്റ് അരുണാണ്. എൻ്റെ ക്ലാസ്മേറ്റ് കൂടിയാണ് അരുൺ. പുള്ളി ഒരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളിയുടെ വൈഫ് ഒരു ആയുർവേദ ഡോക്ടറാണ്. അവർക്ക് 2 കുട്ടികളാണുള്ളത്. ഈ വീട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു ഫ്യൂഷൻ സ്റ്റൈലാണ്, കൊളോണിയൽ ഫ്യൂഷൻ സ്റ്റൈലിലാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ കംപ്ലീറ്റ് നമ്മുടെ റെഡ് ബ്രിക്ക് വെച്ചിട്ടാണ് ഫുള്ളായിട്ട് ചെയ്തേക്കുന്നത്. റൂഫിംഗ് വർക്ക് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഷിംഗിൾസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ യാർഡിലെല്ലാം നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് നമ്മൾ താന്തൂർ സ്റ്റോണാണ് യൂസ് ചെയ്തത്. 50 mm താന്തൂർ സ്റ്റോണാണ്. അതിന് നമ്മൾ സ്പേസർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഗ്രാസ്, നമ്മൾ 25 mm ഗ്രാസ് ആണ് നമ്മൾ അതിൻ്റെ ഇടയിൽ യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് റൈറ്റ് സൈഡിൽ നമ്മൾ നമ്മുടെ പാത്ത് വേ ഇറങ്ങി പോകുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് കാർ പോർച്ചാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഫോമൽ നമ്മുടെ ലിവിങ്ങിലേക്ക് കയറുന്ന സിറ്റ് ഔട്ടാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിലൊരു ലാൻഡ്സ്കേപ്പ് പോർഷൻ കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് ക്ലയൻറ്റിന് വേണ്ടിയിട്ട് ഒരു കൺസൾട്ടിങ് റൂമിന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കയറാനായിട്ട് ഒരു സെപ്പറേറ്റ് സിറ്റ് ഔട്ട് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കാർ പോർച്ച് കഴിഞ്ഞ് കാണുന്നത് നമ്മുടെ ഫോമൽ ലിവിങ് സിറ്റ് ഔട്ടാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ് നമ്മളൊരു ഷൂറാക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മളൊരു പ്ലാന്റർ ബോക്സ് കൊടുത്തിട്ടുണ്ട്. വെട്രിഫൈഡ് ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്റ്റെപ്പ് വന്നിട്ട് ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വേറൊരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ക്ലയൻറ്റ് ഒരു ഡോക്ടർ ആയതുകൊണ്ട് കൺസൾട്ടിങ് റൂമിനായിട്ട് പേഷ്യൻസ് ഇരിക്കാനായിട്ട് ഒരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 2 സിറ്റ് ഔട്ടിനെയും നമ്മൾ വേർതിരിക്കാനായിട്ട് ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ലാൻഡ്സ്കേപ്ഡ് ഏരിയ വിത്ത് റൂഫ് ഓപ്പൺ ചെയ്താണ് കൊടുത്തേക്കുന്നത്. ആ സിറ്റ് ഔട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു ഡെക്കറേറ്റീവ് എലമെൻ്റ് ആയിട്ടൊരു നാച്ചുറൽ സ്റ്റോൺ പാകിയിട്ടുള്ളൊരു ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ടൊരു പ്ലാന്റർ ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്പ് നമ്മൾ ചെയ്തേക്കുന്നത് ലപ്പോത്ര ഫിനിഷിലുള്ള ഗ്രാനൈറ്റ് ആണ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ ഉള്ളിൽ കൊടുത്തേക്കുന്ന ടൈൽസ് കജാരിയുടെ 4x2 വെട്രിഫൈഡ് ടൈൽസ് ആണ്. മാറ്റ് ഫിനിഷ്, ഗ്രേ ഫിനിഷിലാണ് നമ്മൾ ടെക്സ്ചറിലാണ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഈ വീടിൻ്റെ വിൻഡോയും ഡോറും എല്ലാം ചെയ്തേക്കുന്നത് പ്ലാവിലാണ് ചെയ്തേക്കുന്നത്. എല്ലാ ഡോറും ഷട്ടേഴ്സും എല്ലാം പ്ലാവിലാണ് ചെയ്തേക്കുന്നത്. അതുപോലെ അതിൻ്റെ ഗ്രില്ല് കൊടുത്തേക്കുന്നത് MS പൈപ്പ് വെച്ചിട്ടാണ്. ഇതാണ് നമ്മുടെ കൺസൾട്ടിങ് റൂം. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു ഒരു പേഷ്യൻ്റ് സിറ്റിംഗ് ഏരിയ ആണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഡോക്ടറിന് ഇരിക്കാനുള്ളൊരു ചെയർ, അതുപോലെ ഒരു വർക്ക് സ്റ്റേഷൻ, അതുപോലെ നമുക്ക് മെറ്റീരിയൽ വെക്കാനായിട്ടൊരു സ്റ്റോറേജ് സ്പേസ്, ഇതൊക്കെയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം മേക്ക് ചെയ്തേക്കുന്നത് നമ്മുടെ മറൈൻ പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷാണ്. നമ്മൾ സിറ്റ് ഔട്ട് കഴിഞ്ഞ് നമ്മൾ കയറി വരുന്നത് ഒരു ഫോമൽ ലിവിങ്ങിലേക്കാണ്. ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിലൊരു 6 സീറ്റർ സോഫയാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതിന് ഗ്രേ ആൻഡ് ഗ്രീൻ ടോണാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ കൂടാതെ ഒരു സെൻറ്റർ ടേബിൾ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡ് വോള് നമ്മൾ വാൾപേപ്പർ വെച്ച് ഡെക്കറേറ്റ് ചെയ്തേക്കുവാണ്. അതിൻ്റെ 2 സൈഡിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റിൽ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സീറ്റിംഗ് ഒരു 6 സീറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ലോഞ്ചറാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒരു ഗ്രേ ആൻഡ് ഗ്രീൻ ടെക്സ്ചറിലാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ഡിസൈൻ ചെയ്തെടുക്കുകയോ ചെയ്തത്. അതുപോലെ എൻ്റെ ബാക്ക് വോളിൽ നമ്മളൊരു മെറ്റൽ ഡിസൈനിൽ ഒരു കണ്ടംപററി ഒരു ക്ലോക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ യൂസ് ചെയ്ത ടൈൽസ് വെട്രിഫൈഡ് വുഡൻ ഷെയ്ഡിലുള്ള ടൈൽസാണ് കൊടുത്തേക്കുന്നത്. നമ്മളിവിടെ ഒരു സെൻറ്റർ ടേബിൾ വിത്ത് സ്റ്റോറേജ് ഉള്ള സെൻറ്റർ ടേബിൾ പ്ലൈവുഡിലാണ് നമ്മൾ മേക്ക് ചെയ്തേക്കുന്നത്. അത് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസൈഡിലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റർ ടേബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ലിവിങ് റൂമെന്ന് ഇവിടുത്തെ എൻട്രൻസ് വഴി കയറി വരുന്നത് നമ്മുടെ ഏറ്റവും ഇവിടുത്തെ മെയിൻ ഏരിയ എന്ന് പറയുന്ന ഡൈനിങ് റൂമിലേക്കാണ് വരുന്നത്. ഇതൊരു അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അവിടെ നമ്മൾ റൈറ്റിൽ കാണുന്നത് ഓപ്പൺ കിച്ചണാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെൻറ്റർ പോർഷൻ എന്ന് പറയുന്നത് സ്റ്റെയർ കേസാണ്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ വേറൊരു ബെഡ്റൂം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ലെഫ്റ്റിലേക്ക് വരുവാണെങ്കിൽ നമ്മളൊരു വാഷ് കോർണർ നമ്മൾ ഇൻസൈഡിൽ കൺസീൽഡായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാസ്റ്റർ ബെഡ് അതിൻ്റെ സൈഡിലായിട്ടാണ് വരുന്നത്. ഈ സൈഡാണ് നമ്മുടെ കന്നിമൂല വരുന്നത്. അവിടെയാണ് നമ്മുടെ മാസ്റ്റർ ബെഡ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്.
അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്ന ഒരു ഡൈനിങ് സ്പേസിലേക്കാണ്. ഈ ഡൈനിങ് സ്പേസ് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങാനായിട്ടൊരു വാതിലുണ്ട്. അവിടെ നമ്മളൊരു പേഷ്യൂ നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ ഇരുന്ന ഒരു ഇരുന്ന ആംബിയൻസിന് വേണ്ടി ഒരു പേഷ്യൂ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് കൺസൾട്ടിങ് റൂമിലേക്ക് ഒരു എൻട്രൻസ് ഡോർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡൈനിങ് ടേബിൾ ഒരു 6 സീറ്റർ ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അത് ചെയ്തേക്കുന്നത് വുഡ്, അതിൻ്റെ ഫ്രെയിം എല്ലാം വുഡിലും അതുപോലെ നാനോ വെയ്റ്റ് ടോപ്പാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ചെയർ ആൻഡ് ഇതെല്ലാം ഒരു റൗണ്ട് ഷേപ്പ് ഫിനിഷിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ചെയർസിലെല്ലാം നമ്മൾ വുഡ് ആൻഡ് അതുപോലെ തന്നെ അതിനകത്ത് കുഷൻ ഇത് ഗ്രേ ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ കൊടുത്തേക്കുന്ന ഫ്ലോറിങ് 6x3 കജാരിയുടെ നാനോ ടൈൽസാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഡൈനിങ് ടേബിൾ വരുന്ന ഭാഗം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കജാരിയുടെ തന്നെ പ്ലാങ്ക്സ്, വുഡൻ പ്ലാങ്ക്സ് 20x1.2 മീറ്ററിൻ്റെ ടൈലാണ് യൂസ് ചെയ്തേക്കുന്നത്. വെട്രിഫൈഡ് ടൈലാണ് അത് യൂസ് ചെയ്തേക്കുന്നത്. നമ്മളിവിടെ ഫോൾ സീലിംഗ് ചെയ്തേക്കുന്നത് ജിപ്സം സീലിങ്ങും അതുപോലെ തന്നെ പ്ലൈവുഡ് യൂസ് ചെയ്തിട്ട് വിനീറും കൂടെയാണ് യൂസ് ചെയ്തത്. അതിൻ്റെ ബ്രേക്ക് ചെയ്യാനായിട്ട്, മൊണോട്ടണി ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ 2 സ്ഥലത്തായിട്ട് പ്ലൈവുഡിലുള്ള സീലിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്രൊഫൈൽ ലൈറ്റിംഗ് നമ്മൾ ചിലയിടത്ത് ഡിസൈൻ എലമെൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള സ്പോട്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന് അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ഒരു ഡിപ്പ് കൊടുത്തിട്ട് ഫ്രെയിം വർക്ക് കൊടുത്തിട്ട് നമ്മൾ അവിടെ ഒരു ഫ്ലൂട്ടഡ് പാനൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സീലിങ്ങിൽ. അതിനകത്ത് നമ്മൾ കൺസീൽഡ് ആയിട്ടൊരു LED സ്ട്രിപ്പ് ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡൈനിങ്ങിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് ഒരു ഓപ്പൺ കിച്ചണാണ്. അവിടെ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഫസ്റ്റ് സെറ്റ് റെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ നമ്മുടെ ഒരു മെയിൻ ഇതായിരുന്നു നമ്മുടെ ഒരു ഗ്രീനറി എലമെൻ്റ് അവിടെ കൊണ്ടുവരണം എന്നുള്ളത്. അതുകൊണ്ട് നമ്മളൊരു പ്ലാന്റർ ബോക്സ് അവിടെ കൊടുത്തു. അതുപോലെ തന്നെ സീലിങ്ങിലും നമ്മളത് ഒരു പ്ലാന്റർ ബോക്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഹാങ്ങിങ് ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് നമ്മൾ 2 സ്പോട്ട് ലൈറ്റാണ് അവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. നമുക്ക് 2 ചെയർസ് ഇടാം. ബട്ട് നമ്മളൊരു സിംഗിൾ ചെയർ മതി എന്നുള്ള രീതിയിൽ ഒരു ബാർ ചെയർ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് അകത്തേക്ക് പോകുമ്പോൾ കാണുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഓപ്പൺ കിച്ചണിലുള്ള എലമെൻറ്റ്സ് ആണ്. ഡൈനിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നേരെ സ്ട്രൈറ്റ് കാണുന്നതാണ് വാഷ് കൗണ്ടർ ഏരിയ ആണ്. അത് നമ്മൾ ചെയ്തേക്കുന്നത് നാനോ വെയ്റ്റ് ഒരു ടോപ്പാണ് ഇട്ടേക്കുന്നത്. അതിൻ്റെ താഴെ നമ്മൾ പ്ലൈവുഡ് വെച്ചിട്ട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഒരു റൗണ്ട് ഷേപ്പിലുള്ള മിററാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അതുപോലെ നമ്മൾ വാള് ഹാഫ് വെട്രിഫൈഡ് ടൈലും ഹാഫ് ഏരിയ ഒരു ഫ്ലൂട്ടഡ് പാനൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ഹാങ്ങിങ് ലൈറ്റ്, ഒരു ഡെക്കറേറ്റീവ് എലമെൻ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കന്നിമൂലയിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് ഡോർ തുറന്ന് കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് വലിയൊരു ഫുൾ ഹൈറ്റ് നമ്മളൊരു മിറർ ചെയ്തിട്ടുണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു 4 ഡോറുള്ള ഒരു വലിയ വാർഡ്രോബാണ്. ഫുൾ ഹൈറ്റിനാണ് നമ്മളിവിടെ ചെയ്തേക്കുന്ന വാർഡ്രോബ്, ഫുൾ സ്റ്റോറേജിന് വേണ്ടിയിട്ട്. അതുപോലെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബെഡ് ഒരു കിങ് സൈസ് ബെഡാണ്. ആ ക്ലയൻറ്റിൻ്റെ ഏറ്റവും വലിയ ബെഡ്റൂം ആയതുകൊണ്ട് അതിനകത്തൊരു കിങ് സൈസ് ബെഡ് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ടൊരു സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിനൊരു ഡെക്കറേറ്റീവ് എലമെൻ്റായിട്ട് നമ്മളൊരു ഹാങ്ങിങ് ലൈറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബെഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു വർക്ക് സ്റ്റേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്ലയൻറ്റ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരന് ഒരു ലാപ്ടോപ്പ് വെച്ച് യൂസ് ചെയ്യാനുള്ള ടേബിളും ഒരു ചെയറും അതുപോലെ ടോപ്പിലൊരു സ്റ്റോറേജ് യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ 2 സൈഡിൽ 2 ക്രോസ് വെന്റിലേഷന് വേണ്ടി 2 വിൻഡോ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ എല്ലാം യൂസ് ചെയ്തേക്കുന്നത് വെർമൻ ബ്ലൈൻഡ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിനകത്തൊരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡൈനിങ്ങിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ടാണ് നമ്മൾ കിച്ചൺ ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു മോഡുലാർ കിച്ചണാണ് നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ ചെയ്തേക്കുന്നത് ടോപ്പ് ഗ്രാനൈറ്റ് നാനോ വൈറ്റ് ടോപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ ഓരോന്നും ലാക്കേഡ് പ്ലൈവുഡ് വിത്ത് ലാക്കേഡ് ഫിനിഷാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ബാസ്ക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം സ്ലൈഡിങ് എല്ലാം കൊടുത്തേക്കുന്നത് ഹാഫ് ലേയുടെ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്തെ ഫിറ്റിങ്സ് ഒക്കെ കൊടുത്തേക്കുന്നത്. മേലെ നമ്മൾ പ്രോ ലിഫ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റോറേജ് കൊടുത്തേക്കുന്നത്. ഒരു മിൻറ്റ് ഗ്രീൻ ആൻഡ് വൈറ്റ് ടോണിലാണ് നമ്മൾ ഇവിടുത്തെ കിച്ചൺ, മോഡുലാർ കിച്ചൺ ഫുള്ളായിട്ട് ചെയ്തേക്കുന്നത്. അതെല്ലാം ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻ്റ് ആയിരുന്നു ഈ കളറ്. നമ്മുടെ കിച്ചൻ്റെ എൻട്രൻസിൻ്റെ റൈറ്റ് സൈഡിലായിട്ടൊരു മോഡുലാർ കിച്ചണിൽ നമ്മൾ ഇവിടെ ഒരു ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ സ്റ്റോറേജ്, സെൻട്രൽ സ്പേസ് നമ്മൾ ഒരു ഓവൻ വെക്കാനുള്ള സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താഴെ അതുപോലെ സ്റ്റോറേജാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു പുള്ളൗട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തേക്കുന്ന എല്ലാം ഹാഫ് ലേയുടെ ഫിറ്റിങ്സ് ആണ്. അതുപോലെ സോഫ്റ്റ് ക്ലോസിംഗ് ആയിട്ടുള്ള എല്ലാ സ്ലൈഡേഴ്സും സോഫ്റ്റ് ക്ലോസിംഗ് ആണ് ചെയ്തേക്കുന്നത്. എല്ലാ കട്ട്ലറീസും
ഇത് കട്ട്ലറി ബാസ്ക്കറ്റ് ആണ്. നമ്മളിവിടെ പ്യൂർ ഫ്ലെയിംസിന്റെ തന്നെ 60 സെന്റിമീറ്റർ വിഡ്ത്തുള്ള ഒരു വുഡൻ ഹോബ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. 3 ബർണർ ഉള്ള ഇതാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. നമ്മളിവിടെ ഒരു ഇമ്പോർട്ടഡ് സിങ്ക് ആണ് കൊടുത്തേക്കുന്നത്. ഇത് മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിനകത്തൊരു ഡിസ്പെൻസർ ഉണ്ട്. അതുപോലെ തന്നെ ഈ സിങ്ക് മിക്സർ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, എങ്ങോട്ട് വേണമെങ്കിലും തിരിക്കാൻ പറ്റും. അതുപോലെ ഇതിനകത്ത് വരുന്ന വാട്ടർ പല ലെവലിലാണ് വാട്ടർ വരുന്നത്, പല ഷെയ്ഡിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇങ്ങനെ ഇതിനകത്ത് ഇത് കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു മെറ്റീരിയൽ ഇതിനകത്തൊരു അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. ഇത് നമ്മൾ വെജിറ്റബിൾ വാഷ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഈ വാട്ടർ വെജിറ്റബിൾ വാഷ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ കിച്ചൻ്റെ എക്സ്റ്റൻഷനായിട്ട് നമ്മളിവിടെ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ റെഫ്യൂസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ടൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട്. അതുപോലെ കിച്ചൺ ക്യാബിനറ്റ് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മളൊരു സ്റ്റോർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെയാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നത്. ഡൈനിങ്ങിൽ നിന്ന് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ 2ാമത്തെ ബെഡ്റൂമാണ്. ഇവിടെ നമ്മളൊരു ക്യൂൻ സൈസ് ബെഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബെഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മളൊരു മിറർ ആൻഡ് ഡ്രസ്സിംഗ് ടേബിളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതെല്ലാം നമ്മൾ മറൈൻ പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷാണ്. നമ്മൾ ബെഡ്റൂമിൽ നിന്ന് ബാത്റൂമിലേക്ക് പോകുന്ന ഒരു പാസേജിൽ നമ്മൾ കൺസീൽഡായിട്ടൊരു 2 ഷട്ടർ വാർഡ്രോബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഫുൾ ഹൈറ്റിനാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഒരു വുഡ് ആൻഡ് വൈറ്റ് തീമാണ്. അതിൻ്റെ ഹാൻഡിൽസ് എല്ലാം ലോങ് ബ്ലാക്ക് ഹാൻഡിൽസ് ആണ്. കോട്ടഡ് സ്റ്റീലാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ സൈഡിലൊരു പാസേജ് ഉണ്ട്. ആ പാസേജ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്ത് ക്ലോസ്ഡ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്തേക്കാണ്. അതിനകത്ത് ഒരു സ്ഥലത്ത് നമ്മൾ UPS വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കംപ്ലീറ്റ് ഏരിയ സ്റ്റോറേജ് ആണ്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്നത് നമ്മളൊരു ഷൂ റാക്ക് അകത്ത് സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് നമ്മളൊരു പ്ലാന്റർ ബോക്സ് ആണ് കൊടുത്തേക്കുന്നത്. നമ്മൾ ലിവിങ്ങിൽ നിന്ന് കടന്നു വരുമ്പം അവിടെ നിന്ന് ആ ഒരു പാസേജ് വഴി ഡൈനിങ് ത്രൂ നമ്മൾ സ്ട്രെയിറ്റ് കാണുന്നത് സ്റ്റെയർ കേസിലേക്കാണ്. നമ്മൾ സ്റ്റെയർ കേസിൻ്റെ ഫ്ലോറിങ് ചെയ്തേക്കുന്നത് ഗാലക്സി ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഹാൻഡ് റെയിൽസ് കൊടുത്തേക്കുന്നത് ടഫ് ആൻഡ് ഗ്ലാസും സ്റ്റെയിൻലെസ് സ്റ്റീലും. ഇതിൻ്റെ ടോപ്പിലൊരു വുഡൻ ഫിനിഷാണ് ടോപ്പിൽ കൊടുത്തേക്കുന്നത്. ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമും ഒരു ലിവിങ് ഏരിയ ആണുള്ളത്. അത് കൂടാതെ ഒരു ബാൽക്കണി ഉണ്ട്, ഒരു ടെറസ് ഏരിയ ഉണ്ട്, പിന്നെ ബാക്കിൽ യൂട്ടിലിറ്റി ഏരിയ അല്ലാണ്ട് ഉണ്ട്. സ്റ്റെയർ കയറി വരുമ്പോൾ നേരെ കാണുന്നൊരു ലിവിങ് സ്പേസിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു TV യൂണിറ്റ് കം സ്റ്റഡി ഏരിയ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. 2 പേർക്ക് ഇരുന്ന് ചെയ്യാം. അതിനുള്ള സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലൊരു ബെഡ്റൂമുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിൽ വേറൊരു ബെഡ്റൂമുണ്ട്. മുകളിൽ ഫ്ലോറിൽ കടന്നു വരുമ്പോൾ ഫസ്റ്റ് റൈറ്റിലോട്ട് പോകുമ്പോൾ നമ്മളിവിടെ ഒരു സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊരു അയൺ ടേബിളായിട്ടോ മൾട്ടിപർപ്പസ് യൂസേജിന് ഉപയോഗിക്കാം. കമ്പ്യൂട്ടർ വെച്ച് വർക്ക് ചെയ്യാം, അയൺ ടേബിൾ ചെയ്യാം. അങ്ങനെ ലെഫ്റ്റ് സൈഡിൽ ബെഡ്റൂമാണ്. ഇവിടെ ഒരു ബെഡ്റൂമാണുള്ളത്. ഇതൊരു ക്യൂൻ സൈസ് ബെഡ് ഇവിടെ ചെയ്തിട്ടുണ്ട്. 2 സൈഡിൽ 2 സൈഡ് ടേബിൾ. ഇത് മറൈൻ പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷാണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു നമ്മൾ വിൻഡോ, ഒരു സീറ്റിംഗ് സ്പേസ് പോലെ ബേ വിൻഡോ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സീറ്റിംഗ് ആയിട്ട് ഇട്ടേക്കുന്നത് നാനോ വൈറ്റ് ആണ്. അങ്ങനെ പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് പാനൽ ചെയ്തേക്കുവാണ്. അതിൽ യൂസ് ചെയ്തേക്കുന്ന ബ്ലൈൻസ്, ഈ വീട്ടിലെല്ലാം യൂസ് ചെയ്തേക്കുന്നത് റൊമേനിയൻ ബ്ലൈൻസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മൾ ബാത്റൂമിൽ പോകുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു സ്റ്റോറേജും സ്റ്റഡി ഏരിയ ഒരു കമ്പ്യൂട്ടർ വെക്കാനുള്ള ഒരു സ്പേസ്, വർക്കിംഗ് സ്പേസ് ആയിട്ട് വർക്ക് സ്റ്റേഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു 4 ഷട്ടർ വാർഡ്രോബ്സ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൺസീൽഡ് ആയിട്ടാണ് പ്രൊജക്റ്റഡ് ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. വീട്ടിൽ കൺസീൽഡ് ആയിട്ടിരിക്കുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്. 4 ഡോറ് ഉള്ള സ്റ്റോറേജ് ഉള്ള വാർഡ്രോബാണ് ചെയ്തേക്കുന്നത്. ഇതെല്ലാം മറൈൻ പ്ലൈവുഡ് വിത്ത് ലാമിനേറ്റ് ഫിനിഷാണ്. ഒരു വലിയ മിറർ കൊടുത്തിട്ടുണ്ട്. ഫുൾ ഹൈറ്റിലാണ് നമ്മൾ വാർഡ്രോബ് ചെയ്തേക്കുന്നത്. മുകളിൽ സ്റ്റോറേജ് കൊടുക്കത്തക്ക രീതിയിൽ ഫോൾ സീലിംഗ് ജിപ്സം ബോർഡ് വെച്ചിട്ട് ഫോൾ സീൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സ്ലോപ്പ് റൂഫാണ്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് നല്ല ഹൈറ്റ് ഉണ്ട്. ആ ഹൈറ്റ് ഒന്ന് കട്ട് ചെയ്യാനും ആ മുകളിൽ നിന്നുള്ള ഹീറ്റ് കുറയ്ക്കാനും വേണ്ടിയിട്ട് നമ്മൾ പ്ലെയിൻ സീലിംഗ് ആണ്. കൂടുതൽ ഡിസൈൻ ഒന്നും ചെയ്തിട്ടില്ല. അതിന് ജസ്റ്റ് പ്രൊഫൈൽ ലൈറ്റിങ്ങും അതുപോലെ കുറച്ച് സ്പോട്ട് ലൈറ്റും കൊടുത്ത് ആ ഹൈറ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് സീൽ ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട് ജിപ്സം ബോർഡ് വെച്ചിട്ട്. ഇതൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ്. ഇതിൻ്റെ ഡോറ് ചെയ്തേക്കുന്നത് FRP ഡോർസാണ്. ഫസ്റ്റ് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂമിലേക്കാണ് നമ്മൾ അടുത്തത് പോകാൻ പോകുന്നത്. നമ്മൾ ഡോറ് തുറന്നാൽ സ്ട്രെയിറ്റ് കാണുന്നത് നമുക്കൊരു സ്റ്റഡി ഏരിയ ഓർ നമുക്ക് ലാപ്ടോപ്പൊക്കെ വെച്ച് യൂസ് ചെയ്യാം. അതിനുള്ളൊരു സ്പേസ്, അതുപോലെ സ്റ്റോറേജ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
നമ്മളിവിടെ ഒരു ക്യൂൻ സൈസ് ബെഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് വിത്ത് വൺ സൈഡ് ടേബിൾ, വാർഡ്രോബ്സ് ഒക്കെ കൺസീൽഡ് ആയി ചെയ്തേക്കുന്നത്. ഇവിടെ മറ്റു റൂമിലെ പോലെ തന്നെ സ്ലോപ്പ് റൂഫിൻ്റെ ഹൈറ്റ് ഒരു ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ജിപ്സം ബോർഡിൽ ഫോൾ സീലിംഗ് ചെയ്ത് പിന്നെ പ്രൊഫൈൽ ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ടോയ്ലറ്റിൽ പോകുന്ന പാസേജിലാണ് നമ്മളിവിടെ വാർഡ്രോബ് ചെയ്തേക്കുന്നത്. ഒരു ഡബിൾ ഡോറാണ്, ഫുൾ ഹൈറ്റുള്ള വാർഡ്രോബാണ് ചെയ്തേക്കുന്നത്. നമ്മൾ എല്ലാ റൂമിലും അറ്റാച്ച് ടോയ്ലറ്റ് കൊടുത്തേക്കുന്ന പോലെ ഇവിടെയും ഒരു ടോയ്ലറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കജേരയുടെ വെട്രിഫൈഡ് മാറ്റ് ഫിനിഷ് ടൈലാണ്, 4x2 സൈസ് വരുന്ന ടൈലാണ് യൂസ് ചെയ്തേക്കുന്നത്. എപ്പോക്സി വെച്ചിട്ട് ലീക്കേജ് വരാത്ത രീതിയിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട് ജോയിൻസ് എല്ലാം. ഇവിടുത്തെ വാഷ് ബേസിനെല്ലാം നമ്മൾ വിത്ത് പെഡസ്റ്റിൽ വരുന്ന ടൈപ്പാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ അകത്തുള്ള ഇതെല്ലാം പൈപ്പെല്ലാം കവർ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട്. ക്ലോസറ്റ് അമേരിക്കൻ സ്റ്റാൻഡേർഡിൻ്റെ ആണ്. അതുപോലെ ജാഗോറിൻ്റെ ഫിറ്റിങ്സ് ആണ് എല്ലാം യൂസ് ചെയ്തേക്കുന്നത്. നമ്മളൊരു ബീൻ ബാഗ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇവിടെ ഒരു സോഫയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ടി വി കാണാനായിട്ട്. അതുപോലെ സെൻറ്റർ ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം പ്ലൈവുഡ് ആണ് ചെയ്തേക്കുന്നത് സെൻറ്റർ ടേബിൾ. ഇവിടെ ഒരു വെട്ടം കയറാനായിട്ടൊരു ഗ്ലാസ് ഫിക്സഡ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്പേസിൽ. നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത് നല്ലൊരു ആംബിയൻസിലേക്കാണ്. അവിടുത്തെ തൊട്ടടുത്ത് നല്ല ഗ്രീനറി ആയിട്ടുള്ളൊരു സ്ഥലമാണുള്ളത്. അവിടെ കുറേ ഗാർഡൻ പോലുള്ള സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. നല്ലൊരു വ്യൂ ആണ് ഇവിടെ, നല്ലൊരു പ്ലസൻറ്റ് ഫീലാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ഈ ലിവിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ബാൽക്കണിയിലേക്കാണ്. ഈ ബാൽക്കണിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു വിശാലമായ സ്പേസ് ഉണ്ട്. ഒരു ടെറസ് ഏരിയ ആണ്. നമുക്കിവിടെ ഒരു പാർട്ടി ഏരിയ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫുള്ളായിട്ട് നമ്മളിവിടെ ടൈൽ ചെയ്ത് എപ്പോക്സ് ചെയ്തേക്കുവാണ് ലീക്കേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ ഏരിയ ഒരു ഈവനിങ് സ്പേസിൽ ചെയ്യാൻ നമുക്കൊന്ന് ഫാമിലി ആയിട്ടൊരു ഒരു ഗ്യാതറിങ്ങിനും അതുപോലെ പാർട്ടി ഒരു ഗ്യാതറിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണിത്. നമ്മുടെ ആ ഒരു റൂഫിൽ, നമ്മുടെ റൂമിൻ്റെ ആ ഒരു സ്ലോപ്പ് റൂഫിൻ്റെ സെൻറ്ററിലായിട്ട് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ACPയിൽ CNC കട്ട് ചെയ്ത് ആ ഡിസൈനിൽ ആക്കി നമ്മൾ ഫിക്സ് ചെയ്തേക്കുവാണ്. ഒരു ഹൈലൈറ്റ് എലമെൻ്റായിട്ട് അവിടെ നമ്മുടെ റൈറ്റ് സൈഡിലെ എലിവേഷനിലുള്ള ഒരു സ്ലോപ്പ് റൂഫ് ഹൈറ്റിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ അതിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ഡിസൈൻ ടെക്സ്ചർ വൺ സൈഡും ഒരു പെയിൻറ്റിങ്ങുമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വിൻഡോയുടെ മേലെയായിട്ട് നമ്മളൊരു ഡിസൈൻ എലമെൻറ്റ് പോലെ ACP ഒരു വുഡൻ ഷെയ്ഡിൽ നമ്മൾ CNC കട്ട് ചെയ്ത് കൊടുത്തേക്കുവാണ്. അതിനകത്തൊരു M കാണുന്നത് മിഥില എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഷോർട്ട് ഫോമിൽ നമ്മളൊരു M ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടേക്കുവാണ്. നമ്മുടെ ബാൽക്കണിയുടെ മുകളിലെ വോള് നമ്മൾ പാരപ്പറ്റ് ഹൈറ്റ് നമ്മളൊരു 7 ഫീറ്റ് ഹൈറ്റിന് കെട്ടിയിട്ടുണ്ട്. അത് ഫുള്ളായിട്ട് നമ്മൾ ലാറ്ററൈറ്റ് സ്റ്റോണാണ്. അപ്പോൾ അത് ഒട്ടിച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ക്ലിയർ അടിച്ച് അതിനെ ഭംഗിയാക്കി വെക്കുവാണ്. അതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു ഷെയ്ഡ് പോലെ കൊടുത്തിട്ടുണ്ട്. മിക്കവാറും ഈ സ്റ്റോണുകൾ മഴ നനഞ്ഞിട്ട് പായൽ പിടിക്കാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഷെയ്ഡ് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡ് നമ്മൾ സ്ലോപ്പ് റൂഫാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ മേലെ നമ്മൾ ഷിംഗിൾസാണ് യൂസ് ചെയ്തേക്കുന്നത്. സെയിൻറ്റ് ഗോബൻ്റെ ഷിംഗിൾസാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ ബാൽക്കണി ഏരിയ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സൺസെറ്റ് ഈവനിങ് ടൈമിൽ ആ സൺസെറ്റിൻ്റെ ഭംഗി ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും. നല്ലൊരു ആംബിയൻസാണ് നമുക്ക്, നല്ലൊരു ഫീലിംഗ് ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. നമ്മൾ മുകളിലത്തെ പാരപ്പറ്റ് ഫ്രണ്ടിലായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് എലമെൻറ്റും അതുപോലെ ബ്ലോക്ക് വർക്കിൽ നമ്മളൊരു ലാറ്ററൈറ്റ് സ്റ്റോൺ കൊടുത്തൊരു പോർഷനുണ്ട്. ഇവിടെ നമ്മളൊരു സ്ലാബ് പോലെ ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ നമ്മൾ പൈപ്പാണ് കൊടുത്തേക്കുന്നത്. ഈ വീടിന് കാർ പോർച്ച് ഇല്ലാണ്ട് നമുക്ക് 2230 സ്ക്വയർ ഫീറ്റാണുള്ളത്. കാർ പോർച്ച് ഒരു 360 സ്ക്വയർ ഫീറ്റ്. ടോട്ടൽ ഏരിയ 2640 സ്ക്വയർ ഫീറ്റാണുള്ളത്. ഈ വീട് നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോർ എല്ലാം കൂടെ 2230 സ്ക്വയർ ഫീറ്റാണുള്ളത്. കാർ പോർച്ച് 360 സ്ക്വയർ ഫീറ്റ്. ടോട്ടൽ ഏരിയ 2590 സ്ക്വയർ ഫീറ്റാണുള്ളത്. അതിൽ തന്നെ 4 ബെഡ്റൂം, ലിവിങ്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ, ഒരു സിറ്റ് ഔട്ട്, ബാൽക്കണി, ഒരു പേഷ്യൂ കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇത്രയും അല്ലാതെ ഒരു ഓഫീസ് റൂം കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഈ പ്ലോട്ട് ഒരു 38 സെൻറ്റാണ്. അതിൽ ഫുൾ റബ്ബറായിരുന്നു. അപ്പോൾ അവിടെ തൊട്ടാണ് നമ്മൾ തുടങ്ങിയത്. ഫുൾ ലാൻഡ്സ്കേപ്പിങ്, ലെവലിങ് ചെയ്തിട്ട് അപ്പോൾ ഏറ്റവും ബാക്കിലായിരിക്കണം വ്യൂ കിട്ടാനായിട്ട്, ഏറ്റവും ബാക്കിലായിരിക്കണം വീടെന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ വൈഫിനൊരു കൺസൾട്ടേഷൻ റൂം വേണമെന്നുണ്ടായിരുന്നു. പിന്നെ അടുക്കളയെന്ന് വെച്ചാൽ ഓപ്പൺ ആയിരിക്കണം, റൂമിൻ്റെക്കാളും കുറച്ച് ചെറുതായിരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. കിച്ചൻ്റെ ഫുൾ ഡിസൈനും അതിൻ്റെ കൺസെപ്റ്റും കളർ കോമ്പിനേഷനും ഒക്കെ വൈഫിൻ്റെ മാത്രം ഐഡിയ ആയിരുന്നു. അതിൽ പിന്നെ നമ്മൾ ഇൻ്റർഫിയർ ചെയ്തിട്ടില്ല. നമ്മുടെ ക്ലയൻറ്റ് എൻ്റെ തന്നെ ക്ലാസ്മേറ്റാണ്. അരുണും ഞാൻ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ എനിക്ക് വർക്ക് ഇവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ ഇങ്ങനെ ഇന്ന റിക്വയർമെൻറ്റ്സ് വേണം, 4 ബെഡ്റൂം വേണം, ഓപ്പൺ കിച്ചൺ വേണം, അതുപോലെ ബാക്കിലോട്ട് ഇരിക്കണം, ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ വേണം, അങ്ങനെ ഒരുപാട് ഇൻപുട്സ് അവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്ലാൻ വരച്ച് കൊടുത്തപ്പോൾ തന്നെ പല കാര്യങ്ങളിലും അവർ സജസ്റ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് വരച്ചത്. അപ്പോൾ ഓരോ സ്റ്റേജസിലും
അവരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. ഓരോ സ്റ്റേജ് ചെയ്യുമ്പോഴും അവരുടെ ഇൻവോൾവ്മെന്റ്, ഓരോ കളർ തീമായാലും ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോഴും അവരുടെ കൂടെ ഇൻട്രസ്റ്റിൽ നമ്മൾ ആണ് എല്ലാം എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് കൂടെ ആയതുകൊണ്ട് നമുക്ക് എല്ലാത്തിലും ഒരു കംഫർട്ടായിരുന്നു. ക്ലയൻസ് ഏത് കാര്യം നമ്മൾ ചെയ്താലും ഡിസ്കസ് ചെയ്താലും അതൊരു എന്താ പറയുക, സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിലാണ് ഈ വീട് കംപ്ലീറ്റ് ചെയ്യുന്നവരെ ഉണ്ടായിരുന്നത്. ഒരു കാര്യത്തിലും ഡിസ്പ്യൂട്ട് വന്നിട്ടില്ല നമ്മുടെ ഒരു ഇതിനകത്ത്, വർക്കിനകത്ത്. അപ്പോൾ ആ ഒരു ഫ്രീഡവും ആ ഫീലും ഉള്ളതുകൊണ്ടാണ് മാക്സിമം നമുക്ക് ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത് ഈ വീടിനെ കുറിച്ച് തന്നെ. ഈ വീടിൻ്റെ ഡിസൈൻ ആയാലും ഇൻറ്റീരിയർ ആയാലും എല്ലാം ഞങ്ങൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. കമ്പനി നെയിം വന്നിട്ട് ലൈഫ് സ്പേസ് ആർക്കിടെക്ട്സ് എന്നാണ് നമ്മുടെ കമ്പനി നെയിം ഉള്ളത്. നമ്മുടെ ഓഫീസ് ട്രിവാൻഡ്രത്തൊരു ഓഫീസുണ്ട്, അതുപോലെ തന്നെ നഗരൂരിനടുത്തൊരു ഓഫീസുണ്ട്. നമ്മുടെ ക്ലയൻറ്റ് നമുക്ക് ഫുൾ സ്വാതന്ത്ര്യം തന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും മനോഹരമായിട്ട് ഈ വീട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്.